ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അങ്ങനെ ഗുരുവായൂർ അമ്പല നടയിലിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അനാലിസിസ് വീഡിയോയിൽ ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി സ്പോയിലേഴ്സ് ഉണ്ടാവും. അപ്പോൾ സിനിമ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ ഇന്ന് തൊട്ടിട്ട് പടം ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ കാണാം. അപ്പോൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ വിപിൻ ദാസിൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ജയ 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 ഹേ സിനിമയ്ക്ക് ശേഷം വിപിൻ ദാസ് വീണ്ടും ബേസിൽ ടീമുമായിട്ട് കൂട്ട് ചേർന്നിട്ട് വന്ന ഒരു സിനിമയാണെന്ന് പറയേണ്ടി വരും. സിനിമയുടെ തമ്പനയിൽ എഴുതിയ പോലെ തന്നെ ഒരു ആഘോഷ സിനിമ. സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു സിനിമ. തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഇതുപോലുള്ള സിനിമയ്ക്കാണ് തിയേറ്ററിൽ നിന്ന് കാണേണ്ടത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് ഈ സിനിമ നമുക്ക് ഒരിക്കലും OTT ലാപ്ടോപ്പിലോ ഫോണിലോ അല്ലെങ്കിൽ TV-യിലോ ഒന്നും കാണുമ്പോൾ ആ ഒരു ഓളം, ആ ഒരു ആൾക്കാരെല്ലാം കൂടിയിരുന്നിട്ട് കിട്ടുന്നൊരു ഒരു ഫീൽ ഉണ്ടാവില്ലേ? ആ ഒരു ഫീൽ ഈ സിനിമയ്ക്ക് ശരിക്കും മിസ് ചെയ്തു. പക്ഷേ എന്താ പറയേണ്ടത്, ഞാൻ ഈ സിനിമ കണ്ടത് ലാപ്ടോപ്പിലും ഫോണിലും ആയിട്ടാണ്. ഒരു ദിവസം രാവിലെ തുടങ്ങിയ സിനിമ രാത്രിയാണ് കണ്ടു തീർത്തത്. എന്നാലും ഈ സിനിമയുടെ ഒരു എൻജോയ്മെൻറ്റിനുള്ള ഒരു തരത്തിലും പോയിട്ടില്ല എന്ന് പറയേണ്ടി വരും. അതായത് ഫുൾ ഓൺ എൻജോയ്മെൻറ്റ്, ഒരു ആഘോഷ സിനിമ. ഇതിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങൾ, സംഭവങ്ങളൊന്നും നമുക്കിങ്ങനെ എടുത്തു നോക്കാനോ കാര്യങ്ങളൊന്നുമില്ല. ഏത് നിമിഷവും എപ്പം വേണമെങ്കിലും ആൾക്കാരൊന്ന് ഇരുന്ന് കാണും. അതായത് റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമ എന്ന് പറയേണ്ടി വരും. അതായത് ഇക്കാലത്തൊന്നും ഇറങ്ങുന്ന കൂടുതൽ സിനിമകളും മലയാളത്തിലൊക്കെ ഇറങ്ങുന്നത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് വാല്യൂ വളരെ കുറവായിരിക്കും. ഇന്നും റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ പണ്ട് ലാലേട്ടൻ, ശ്രീനിവാസൻ, മുകേഷ്, സിദ്ദിഖ്, ഇങ്ങനെയൊക്കെ ഇവരെയൊക്കെ ഒരുപാട് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് അല്ലെങ്കിൽ ദിലീപിന്റെ സിനിമകൾ, കുറെ കോമഡി സിനിമകൾ, ഇതിനൊക്കെയാണ് റിപ്പീറ്റ് വാല്യൂ എന്നും ഭയങ്കരമായിട്ടുള്ളത്. അതുപോലെ തന്നെ തിയേറ്ററിൽ ഭയങ്കര സൂപ്പർ ഹിറ്റ് അടിച്ച സിനിമകൾ OTT-യിൽ വരുമ്പോൾ ആൾക്കാർ വലിച്ച് കീറുന്ന അനുഭവം നമുക്കിപ്പോൾ അടുത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിനിമ, വിനീത് ശ്രീനിവാസന്റെ സിനിമയുടെ ഒരു അവസ്ഥ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഈ സിനിമ തിയേറ്ററിലും നല്ല വിജയമാണ്. OTT-യിൽ ഇറങ്ങിയതിനു ശേഷം ആൾക്കാർ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് നോക്കിക്കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് അത്രയും അധികം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. കുറേ കാലമായിട്ട് ഇതുപോലെ ഇത്രയും അധികം ആൾക്കാരും ഇത്രയും അധികം സിറ്റുവേഷൻസും ഒക്കെ ഉള്ളൊരു സിനിമ നല്ല രീതിയിൽ എല്ലാ തരത്തിലും വന്ന് ഉത്ഭവിക്കുന്നത്, അങ്ങനെ ഒരു നടക്കുന്ന ഒരു സംഭവം കുറേ കാലമായിട്ട് ഉണ്ടായിരുന്നില്ല. അത് ഓരോ ആൾക്കാരും എടുത്തു പറയണം. അത് ബേസിൽ പൃഥ്വിരാജിന്റെ ഒരു കോംബോ തന്നെ കാണാൻ ഒരു നല്ലൊരു കൗതുകം ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഇംഗ്ലീഷിലൊക്കെ ലോറൽ ആൻഡ് ഹാർഡി ഒക്കെ ഉള്ള സീരീസ് നമുക്കറിയാം, ക്ലാസിക് കോമഡി സീരീസ്. അതൊക്കെ പോലെ നോക്കുമ്പോൾ ഞാൻ അതായിട്ടല്ല കമ്പയർ ചെയ്യുന്നത്. അതുപോലെ ഇവർ രണ്ടാളുടെ ഒരു ക്യാരക്ടർ, പൃഥ്വിരാജിനെ കാണുമ്പോൾ ബേസിലിനെ കാണുമ്പോൾ ഉള്ള ഒരു രസം, അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. അതായത് നിഖില വിമൽ ആയിക്കോട്ടെ, അനശ്വര രാജൻ, പിന്നെ ജഗദീഷ്, പിന്നെ അതിൽ വന്നിട്ടുള്ള ഓരോ ആൾക്കാരും അവരവരുടെ സംഭവങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമ ഏറ്റവും കൂടുതൽ ഈ സിനിമയുടെ റിലീസിന് ശേഷം നല്ല സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ ചർച്ചയായ ഒരു കാര്യത്തിലുണ്ടായിരുന്നു. ഇവരുടെ ആർട്ട് വർക്കിന്റെ കാര്യം പറഞ്ഞിട്ട് അത് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയണം. സത്യം പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് സെറ്റ് ഇട്ടതാണെന്ന് അറിയില്ലെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാർക്കൊന്നും സത്യം പറഞ്ഞാൽ അങ്ങനെ കണ്ടുപിടിക്കാനോ മനസ്സിലാവാനോ ഒന്നും പറ്റില്ല. കാരണം അത്രയും കൺവിൻസിങ് ആയിട്ടാണ് ഈ സിനിമയുടെ സെറ്റും പരിപാടികളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് ബേസിലിന്റെ ആ ഒരു കോമ്പിനേഷൻ, അവരുടെ ഒരു ഫണ്ണ്, അതാണ് എല്ലാത്തിൻ്റെയും മുകളിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിപിൻ ദാസിന്റെ കഴിഞ്ഞ സിനിമയും ബേസിലിനെ വെച്ചിട്ട് അമ്മാതിരി രീതിയിൽ ആൾക്കാരുടെ ഇടയിൽ നല്ല പ്രേക്ഷക പ്രീതി കേട്ട് നല്ല രീതിയിൽ ഹിറ്റായി, OTT-യിൽ വന്ന് എന്നിട്ടും നല്ല രീതിയിൽ ഹിറ്റായ ഒരു സിനിമ തന്നെയാണ്. ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ വാച്ച് ആയിട്ടുള്ള സിനിമയാണ്. റിപ്പീറ്റ് വാല്യൂ ഇഷ്ടം പോലെ ഉണ്ട്. ആൾക്കാർക്ക് ഒരുപാട് കോമഡി മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. പിന്നീട് ചെറിയ ചെറിയ സോഷ്യൽ മീഡിയയിലുള്ള ചെറിയ ട്രെൻഡിങ് ആയിട്ടുള്ള വലിയ ഡയലോഗ്സും ചില ഫൺ റീൽസും വീഡിയോസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെയൊക്കെ ഒരു ഇംപ്ലിമെന്റേഷൻ സ്ലോലി എവിടെയൊക്കെയോ ചെറിയ സീനുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതും വളരെ നന്നായിട്ട് തന്നെ തോന്നി. പിന്നെ ഈ സിനിമയുടെ അവസാനം ക്ലൈമാക്സിൽ കുറച്ച് ഓവർ ദ ടോപ്പാണ്, പക്ഷെ അത് ഈ സിനിമയ്ക്ക് ആവശ്യമാണ്. കാരണം ഇതിന്റെ പ്രസ് മീറ്റിലും ഈ സിനിമയുടെ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ടായിരുന്നു വെട്ടം സിനിമയിലൊക്കെ കണ്ട പോലെ. പക്ഷെ വെട്ടമൊക്കെ നമ്മൾ ഇന്നും നോക്കുമ്പോൾ എന്തായിരുന്നു ലെവലെന്ന് ആലോചിച്ച് നോക്കുക. വെട്ടത്തിലൊരു ക്ലൈമാക്സ് സീൻ മാത്രമല്ല, ആ ഹോട്ടൽ റൂമിൽ നിന്നൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്ന സംഭവങ്ങൾ, അതായത് ഒരു ലൂപ്പിൽ നിന്ന് അടുത്ത ലൂപ്പിലോട്ടേക്ക് ഒരു കാര്യം നടക്കുന്നത്, അതിനുശേഷം വേറെ നടക്കുന്ന, എല്ലാം കണക്റ്റഡാണ്. അതൊക്കെ വെട്ടൊക്കെ ചെയ്ത ലെവൽ, അത് പ്രിയദർശനെ പറ്റൂ. പ്രിയദർശൻ്റെ ഒക്കെ അത്രയും അൾട്ടിമേറ്റ് ടൈമിൽ കിട്ടില്ല ടൈമിൽ ചെയ്തു വെച്ച സിനിമയാണ്. അതിൻ്റെയൊക്കെ ഒരു സിങ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ര ഓർഗാനിക് ആയിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സ് തന്നെ നോക്കിയാൽ മതി. അമ്മാതിരി വലിയ ആർട്ടിസ്റ്റുകൾ അവരാരും ഇന്നില്ല.
മാമുക്കോ ആയിക്കോട്ടെ, ഇന്നസെന്റ് ആയിക്കോട്ടെ, ജഗതിക്കാണെങ്കിൽ ഈ ഒരു അവസ്ഥയിലായിരിക്കുന്നു. അതുപോലെ അത്രയും ഭയങ്കര ആർട്ടിസ്റ്റുകൾ, കലാഭവൻ മണി, അവരൊക്കെ അങ്ങനെ പൂണ്ട് വിളയാടിയ സിനിമയായിരുന്നു ആ ഒരു വെട്ടം സംഭവമൊക്കെ. പക്ഷെ ഈ സിനിമ ഒട്ടും മോശമല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അവസാനത്തെ ആ ഒരു സംഭവങ്ങളും ഒക്കെ ഈ ഒരു കയോസിന്റെ ഇടയിൽ, ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ക്രൗഡൊക്കെ വെച്ചിട്ട് അവർ നന്നായിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ഓൾ ഈ സിനിമയുടെ ഒരു വെർഡിക്റ്റ് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫണ്ണായിട്ട്, കൂടുതൽ ഫാമിലി ആയിട്ട് ഒരുമിച്ചിരുന്ന് നല്ല രീതിയിൽ ഇരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമയായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ വിപിൻ ദാസിന്റെ അടുത്തൊരു വർക്കിന് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മുന്നിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ എന്താ പറയേണ്ടത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. Until then, it's Review Ranger. Bye bye.